മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിലേക്കാണ് നമ്മൾ ആദ്യം. ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ പാർലമെൻറ്റിലുണ്ടായ വിവാദം നമുക്കറിയാം. രാഹുൽ ഗാന്ധി ഈ പുസ്തകം ഉയർത്തി വന്നതും ഈ പുസ്തകത്തിലെ വിവാദ ഭാഗങ്ങൾ പാർലമെൻറ്റിൽ വായിക്കുകയും ചെയ്തത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇപ്പോൾ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന രീതിയിൽ ഒരു തർക്കം നടക്കുകയാണ്. മുമ്പ്, അതായത് 2023 പെൻഗിൻ ഇന്ത്യ അവരുടെ എക്സ് ഹാൻഡിൽ പങ്കുവച്ചൊരു കുറിപ്പ്, അന്ന് നരവനെ അത് പങ്കുവച്ചിരുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രീ പബ്ലിക്കേഷൻ ഓർഡറുകൾ ക്ഷണിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നരവനയുടെ ഈ ട്വീറ്റിൽ നിന്നാണ് താൻ പുസ്തകം വാങ്ങിയതെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത്. അതേസമയം തന്നെ പെൻഗിൻ ഇന്ത്യ ഇതിലൊരു വലിയ വിശദീകരണം നൽകിയിട്ടുണ്ട്. തങ്ങൾ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല, ഏതെങ്കിലും വിധത്തിൽ മറ്റാരെങ്കിലും പ്രചരിപ്പിക്കുകയോ ഇതൊക്കെ ചെയ്യുന്ന കുറ്റകരമാണ്, ഇതിൻ്റെ യാതൊരു വിധത്തിലുള്ള കോപ്പികളോ ആരും പ്രചരിപ്പിക്കാൻ പാടില്ലാത്തതാണ് എന്നും തങ്ങൾ ഈ പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുമാണ് അവർ വ്യക്തമാക്കുന്നത്. ഇതിനുള്ള കാരണങ്ങളും അല്ലെ പ്രീ പബ്ലിക്കേഷൻ സമയത്ത് അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കൂടിയിട്ട് ഈ ഇപ്പോൾ പുറത്തിരിക്കുന്ന വിശദീകരണത്തിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇതിൽ ഒരു കാര്യം ഇപ്പോൾ ചോദിക്കുന്നത്, നമ്മുടെ മുൻ കരസേനാ മേധാവിയാണോ അതോ പെൻഗിൻ ഇന്ത്യയാണോ നിങ്ങൾക്ക് വിശ്വാസമെന്നാണ്. നമുക്കറിയാം, പാർലമെൻറ്റിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം പറഞ്ഞിരുന്നത് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ നടക്കുന്ന വിവാദങ്ങളിലേക്കാണ്. അജിംസ്, ഒരു പുസ്തകത്തെ സർക്കാർ ഭയക്കുന്നുവല്ലാതെ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും ഉണ്ടെന്നും ചർച്ചകൾ. അതോടൊപ്പം തന്നെ ആ പുസ്തകം പബ്ലിഷ് ചെയ്യുമെന്ന് പബ്ലിഷ് ചെയ്തെന്ന് പറയപ്പെടുന്ന പെൻഗിൻ ഇന്ത്യ ഇപ്പോൾ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നും കൂടി അറിയിക്കുന്നു. അല്ല, ഈ വിഷയം പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ രാജ്നാഥ് സിംഗും അമിത്ഷായും ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ വേണ്ടി ആവർത്തിച്ച് ഉന്നയിച്ച ക്രമപ്രശ്നം ഇത് പബ്ലിഷ് ചെയ്ത പുസ്തകമാണോ എന്നായിരുന്നു. കാരണം കാരവൻ മാഗസിൻ ഈ പുസ്തകം സംബന്ധിച്ച ആർട്ടിക്കിൾ പുറത്തിറക്കിയ ഉടൻ തന്നെ സർക്കാർ അതേക്കുറിച്ച് വിജിലൻ്റ് ആയിട്ടുണ്ടാവും. സ്വാഭാവികമായി ഈ ബുക്ക് ഡിസ്കസ് ചെയ്യപ്പെടും, ഇത് പാർലമെൻറ്റിൽ വരുമെന്ന് അവർക്ക് നേരത്തെ അറിയാം. അപ്പോൾ അവരുടെ മുമ്പിലുള്ള ഒരേ ഒരു പരിചയം എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്യാത്ത പുസ്തകമാണ്, ഇത് കോട്ട് ചെയ്യാൻ പാടില്ല എന്ന വാദം ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഇത് രാഹുൽ ഗാന്ധി പിറ്റേന്ന് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ഹാർഡ് കോപ്പി ആയിട്ട് പാർലമെൻറ്റിൽ വരുന്നത്. പാർലമെൻറ്റിന് പുറത്ത് വെച്ച് മാധ്യമങ്ങളുടെ ഹാർഡ് കോപ്പി ആയിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം, ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ലഭ്യമായിരുന്നു, ഇത് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു, ഇപ്പം അത് കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതും ശരിയായിരിക്കാം. 2023 ഇതിൻ്റെ പബ്ലിക്കേഷൻ ഷെഡ്യൂൾ ചെയ്തതാണ് ഏപ്രിൽ മാസത്തിൽ. അപ്പോൾ പ്രീ പബ്ലിക്കേഷൻ ഓർഡർ ക്ഷണിച്ചുകൊണ്ട് പെൻഗിൻ ഇന്ത്യ തന്നെ ട്വീറ്റ് ചെയ്തു. ആ ട്വീറ്റ് എം നരവണെ തന്നെ ഷെയർ ചെയ്തുകൊണ്ട് എൻ്റെ പുസ്തകം ഇപ്പോൾ അവൈലബിൾ ആണ്. കാരണം പ്രീ പബ്ലിക്കേഷൻ ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ ഔപചാരികമായി പബ്ലിഷ് ചെയ്യാത്ത പുസ്തകങ്ങൾ വരും ഓൺലൈനിൽ നമുക്ക് ലഭിക്കാറുണ്ട്. പബ്ലിക്കേഷൻ മുമ്പ് തന്നെ ലഭിക്കും. പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ചടങ്ങ് മാത്രമാണ്. അവർ പ്രിൻ്റ് ചെയ്ത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും, പ്രീ പബ്ലിക്കേഷൻ ഓർഡർ ക്ഷണിക്കും, പിന്നെ ഒരു ചടങ്ങിൽ വെച്ചത് പബ്ലിഷ് ചെയ്യാം, ചിലപ്പോൾ ചടങ്ങില്ലാതെ പബ്ലിഷ് ചെയ്യാം, അത് ഓൺലൈനിൽ ലഭിക്കും. അങ്ങനെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇത് ലഭിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ ഹാർഡ് കോപ്പി ആയിരിക്കും രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുണ്ടാവുക. അതുമല്ലെങ്കിൽ, ഇനി അങ്ങനെ ഒരു സാധ്യതയില്ലെങ്കിൽ ഈ കറക്ഷൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ പ്രൂഫ് റീഡിങ്ങിൻ്റെ ഭാഗമായോ ഒക്കെ പ്രിൻ്റ് ചെയ്ത കോപ്പികൾ തന്നെ പലപ്പോഴും ഓതർ, അതായത് നരവണയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഓതേഴ്സ് കോപ്പി കൊടുത്തിട്ടുണ്ടാവും. ഓതേഴ്സ് കോപ്പിയിൽ നിന്നായിരിക്കും ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അത് കിട്ടിയിട്ടുണ്ടാവുക. ഇനി അതുമല്ലെങ്കിൽ ഇതൊരു വിവാദ പുസ്തകമാണ്, ഇതിന് ഡിഫൻസ് മിനിസ്ട്രി അനുമതി കൊടുത്തിട്ടില്ല എന്ന് കരുതി ചിലപ്പോൾ പെൻഗിൻ്റെ തന്നെ ചില ജീവനക്കാർ അത് ചോർത്തിയതുമാവും. എന്തും സംഭവിക്കാം. ഇതിൽ 3 സാധ്യതകളുണ്ട്. അതിൽ അത് ഏറ്റവും നല്ല ഉദാഹരണം DC ബുക്സിൽ ഇ പി ജയരാജൻ്റെ അത് PDF ആണ്, പക്ഷേ ഇത് ഹാർഡ് കോപ്പിയാണ്, അതൊന്നും മനസ്സിലാക്കണം, പ്രിൻ്റ് ചെയ്ത കോപ്പിയാണ്. രാഹുൽ ഗാന്ധി അതായത് PDF എടുത്തിട്ട് അത് പ്രിൻ്റ് ചെയ്ത് കൊണ്ടൊന്നും കാണിക്കും, ഒറ്റ ദിവസം കൊണ്ടൊന്നും കാണിക്കാൻ കഴിയില്ലല്ലോ. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം കൊണ്ടൊന്നും മാധ്യമങ്ങളെ കാണിച്ചിരുന്നു. ബ്ലാങ്ക് പേജാണ്, കവർ മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ അനുമാനിക്കേണ്ട ഒരു കാര്യം ഇതാവാൻ സാധ്യത. ഇവർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായില്ല. പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഡിഫൻസ് മിനിസ്ട്രി ചിലപ്പോൾ അത് പബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടാകാം. അതിലേതെങ്കിലും കോപ്പി ആയിരിക്കും ലീക്കായിട്ടുണ്ടാവും. ഇപ്പോൾ വ്യാപകമായി ഒരു സാധനം പ്രചരിക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു പ്രൂഫ് കോപ്പി വ്യാപകമായി അതിൻ്റെ PDF പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വായിക്കുന്നവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡൽഹി പോലീസ്. ഈ പുസ്തകത്തെ എന്തിനാണ് നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷാ ഇത്രയും ഭയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ആ പുസ്തകം ഭയങ്കര പ്രശ്നമാണ്. ഇത് വേറെ ആരെങ്കിലും എഴുതിയോ, അല്ലെങ്കിൽ കാരവൻ മാഗസിനിൽ ഒരു ലേഖനം വരുന്ന പോലെയോ, ഇത് വയറിലൊരു ലേഖനം വരുന്ന പോലെയല്ല. ഇന്ത്യയുടെ കരസേനാ മേധാവി എഴുതിയൊരു പുസ്തകമാണ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ്. അതിൽ അദ്ദേഹം ഒരു തരത്തിലുള്ള ഡിസ്റെസ്പെക്റ്റും ഇല്ലാതെ, സർക്കാരിനോടോ പ്രധാനമന്ത്രിയോടോ പ്രതിരോധ മന്ത്രിയോടോ ഒരു ഡിസ്റെസ്പെക്റ്റും ഇല്ലാതെ വളരെ സത്യസന്ധമായ ഒരു കാര്യം പറയുന്നു. താൻ ഔദ്യോഗിക ജീവിതത്തിൽ വളരെ വിഷമിച്ചു പോയൊരു സംഭവം, ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോട് ചോദിക്കുമ്പോൾ കരസേനാ മേധാവിക്ക് ലഭിക്കുന്ന സന്ദേശം ജോ ഉചിത് ഹേ വോ കരോ എന്നാണ്. അത് പറയാനാണെങ്കിൽ ഈ 140 കോടി ജനങ്ങൾ ഒരു സർക്കാരിനെ തിരഞ്ഞെടുത്ത് അയക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം യുദ്ധം വേണോ വേണ്ടയോ, വെടിയുതിർക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ ഡിസിഷൻ ഇന്ത്യയിലെ പല പ്രധാനമന്ത്രിമാരും എടുത്തിട്ടുണ്ട്. എന്തിന് AB വാജ്പേയി എടുത്തിട്ടുണ്ട്, BJPയുടെ പ്രധാനമന്ത്രിയായിരുന്നു, അദ്ദേഹം എടുത്തിട്ടുണ്ട് ഒരു ഡിസിഷൻ. ഇന്ദിരാഗാന്ധി എടുത്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ സാം മനേക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ യുദ്ധം ചെയ്യരുത്, ഇപ്പോൾ മഴക്കാലമാണ്, മഴക്കാലം കഴിഞ്ഞിട്ട് യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അന്നത്തെ സൈനിക മേധാവി. ഇവിടെ ഒരു ചൈനയ്ക്കെതിരെ യുദ്ധം വേണോ, ചൈനീസ്
പട്ടാളം നമ്മുടെ അതിർത്തി ഭേദിച്ച് ഇങ്ങോട്ട് കടന്നു വരികയാണ്. അവരെന്ത് ചെയ്യണം? എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പല മാർഗ്ഗങ്ങളുണ്ട്. സൈന്യത്തിന് മുമ്പിൽ പല മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ തിരിച്ച് നേരിടുക എന്നുള്ളതാണ്. ആ നേരിടുമ്പോൾ അതൊരു ലാർജർ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകും. അപ്പോൾ അത് രാജ്യം എടുക്കേണ്ട തീരുമാനമാണ്, രാഷ്ട്രത്തലവന്മാർ എടുക്കേണ്ട തീരുമാനമാണ്. ആ തീരുമാനത്തിനായി അദ്ദേഹം ആദ്യം പ്രതിരോധ മന്ത്രിയെ വിളിക്കുന്നു, സുരക്ഷാ ഉപദേഷ്ടാവിനെ വിളിക്കുന്നു. ഇവരെല്ലാം വിളിച്ചിട്ട് ഒരു മറുപടി കിട്ടുന്നില്ല. രാജ്നാഥ് സിംഗിനോട് ചോദിക്കുമ്പോൾ പിന്നെ പറയാമെന്ന് പറയുന്നു, മറുപടി കിട്ടുന്നില്ല. അവസാനം ഇവരെല്ലാം കൂടിയാലോചിച്ച് കൊടുക്കുന്ന മറുപടിയാണ് ജോ ഉചിത് ഹേ വോ കരോ. ഇത് എന്താണ് ഉചിതമെന്ന് എങ്ങനെയാണ് പട്ടാളം തീരുമാനിക്കുക? ഒരു രാജ്യം ചൈന പോലൊരു വൻ ശക്തിയുമായി യുദ്ധത്തിലേക്ക് പോകണമോ വേണ്ടയോ എന്ന രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് സൈനിക മേധാവിയല്ല, അത് രാഷ്ട്രീയ നേതൃത്വമാണ്. അപ്പോൾ ഇത്രയും വലിയൊരു വീഴ്ച, ഈ വീഴ്ച രാഹുൽ ഗാന്ധി 2020 മുതൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പാർലമെൻറ്റിലും പുറത്തും ചൈനയുടെ കടന്നുകയറ്റം നേരിടാൻ കഴിയാതെ പോയ രാഷ്ട്രീയ നേതൃത്വം, ഇതേക്കുറിച്ച് രാഹുൽ ഗാന്ധി തുടർച്ചയായി ആവർത്തിച്ച് ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോപണം തെളിയിക്കാൻ ആവശ്യമായ ഏറ്റവും മികച്ച പ്രൂഫാണ് ഈ പുസ്തകം. ആ പ്രൂഫ് എന്ത് ചെയ്യുന്നു? പബ്ലിഷ് ചെയ്യുന്നതിൽ നിന്ന് പ്രതിരോധ മന്ത്രാലയം വിലക്കുന്നു. ഇപ്പോൾ ആ പുസ്തകം വായിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നു. ഇനി പുസ്തകം എഴുതിയ മനോജ് നരവണയ്ക്കെതിരെ കേസെടുക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഭാവി ഇനി എന്താവും? അദ്ദേഹത്തിന് ഇനി വാ തുറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വാ തുറക്കാൻ പറ്റാതെ പോയ നിരവധി മനുഷ്യരുണ്ട് ഈ നമ്മുടെ രാജ്യത്ത്. സത്യപാൽ മല്ലിക് മുതൽ, അദ്ദേഹം ജമ്മു കാശ്മീർ ഗവർണറായിരുന്നു. പിന്നെ ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, ജഗ്ദീപ് ധൻഖഡ്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് വേറെ ബേർഡ്സ് അറിയില്ല, അത് എവിടെയാണെന്ന് പോലും അറിയില്ല. അപ്രത്യക്ഷനായിപ്പോയി. ഒരു ഉപരാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ ടെന്യൂറിൻ്റെ സമയത്ത് രാജിവെച്ചിറങ്ങി അപ്രത്യക്ഷനാവുന്ന കാഴ്ചകളും നാം കണ്ടു. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഉറച്ച വിശ്വാസം. കാരണം അദ്ദേഹം പിന്നീട് എപ്പോഴും പ്രത്യക്ഷപ്പെട്ടിരുന്നു. പക്ഷേ എങ്കിലും പബ്ലിക് ലൈഫിൽ നിന്ന് അദ്ദേഹം വാനിഷ്ഡായിപ്പോയി. അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വന്തം മോദിയുടെ PR ടീം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്ന 56 ഇഞ്ചുള്ള വിരാട് പുരുഷനായിട്ടാണ് അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. വിരാട് പുരുഷൻ പോകട്ടെ, ഇനി അദ്ദേഹം റിയൽ ടൈമിൽ അദ്ദേഹം ഇത്തരം ക്രൈസിസിന് നേരിട്ടത് എങ്ങനെയാണെന്നുകൂടി തമാശയാണ്. അതായത് ബാലാകോട്ട് അറ്റാക്കിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ വീഡിയോ ഇപ്പോഴും ലഭ്യമാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് എന്താണ്? മഴയുള്ള സമയത്ത് യുദ്ധവിമാനങ്ങൾ ബാലാകോട്ടിലേക്ക് അയക്കാൻ ഞാൻ സൈന്യത്തെ ഉപദേശിച്ചു. കാരണം റഡാറുകൾക്ക്, മഴക്കാറുകൾക്ക് ഇടയിലുള്ള വിമാനം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള മഹത്തായ ശാസ്ത്രീയ സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെ കോമഡിയായി കളഞ്ഞത്. അപ്പോൾ അത്തരം കോമഡി പറയുന്ന ഒരാളാണ് ചൈനയുടെ കടന്നുവരവിനെതിരെ ഒരു തീരുമാനം എടുക്കാൻ പറയുമ്പോൾ ജോ ഉചിത് ഹേ വോ കരോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഈ പുസ്തകം നിരോധിച്ചതോടുകൂടി എന്താണ് സംഭവിച്ചത്? ആക്ച്വലി ഈ പുസ്തകം ഇറങ്ങുന്ന കാര്യം ആരും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. മാധ്യമങ്ങളുടെ മുമ്പിൽ പോലും ശ്രദ്ധയില്ലാത്തൊരു കാര്യമാണ് നരവനയുടെ പുസ്തകം വരുന്നുള്ളത്. പക്ഷേ അദ്ദേഹം 2023 തന്നെ പലവട്ടം അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ പുസ്തകം എഴുതുന്നുണ്ട്, പുസ്തകം വരുന്നുണ്ട് എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇതോടെ എന്താണ് സംഭവിച്ചത്? പ്രതിരോധ മന്ത്രാലയം ഈ പുസ്തകത്തിന് അനുമതി നിഷേധിച്ചതോടെ സംഭവിച്ചതെന്താണ്? അത് കാരവൻ ഒരു വാർത്തയാകുന്നു. രാഹുൽ ഗാന്ധി അത് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നു. ഇന്ന് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന പുസ്തകം നിരോധിച്ചതിനെ കുറിച്ചല്ല, എന്താണ് ഗാൽവാൻ വാലിയിൽ സംഭവിച്ചതെന്നതിനെക്കുറിച്ച് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വയം എക്സ്പോസ്ഡ് ആവുകയാണ് മോദി ഭരണകൂടം. എന്തിനെക്കുറിച്ചാണ് അവർ ബൂസ്റ്റ് ചെയ്യുന്നത്? അവരെക്കുറിച്ച് തന്നെ ഈ ഭരണകൂടം എന്തിനെക്കുറിച്ചാണ് ബൂസ്റ്റ് ചെയ്യുന്നത്? ഞങ്ങൾ ഭയങ്കര കരുത്തരായ, ഡിസിഷൻ എടുക്കാൻ കാരണം 2 വട്ടം അധികാരത്തിൽ കയറിയത് ഹ്യൂജ് മജോറിറ്റിയോടെയാണ്. ഇത്തവണയാണ് മജോറിറ്റി ഇല്ലാത്തത്. അപ്പോൾ ആ സമയത്ത് എടുത്ത തീരുമാനങ്ങൾ എന്താണ്? ഇത് ഹ്യൂജ് മജോറിറ്റിയുള്ള സമയത്താണ് 2020 ഗാൽവാൻ വാലി അറ്റാക്ക് ഉണ്ടാകുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു വന്ന സർക്കാരാണ് 2020 ചൈനീസ് കടന്നുകയറ്റത്തെ ചെറുക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞു പോരേണ്ടി വരുന്നത്. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇനിയിപ്പോൾ ചൈനയുടെ പ്രശ്നം മാത്രമല്ല, ഇനിയിപ്പോൾ അമേരിക്കയുടെ പ്രശ്നം കൂടിയുണ്ട്. പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൻ്റെ കാരണം എന്താണ്? എങ്ങനെയാണ് ട്രംപ് മോദിയെ കൊണ്ട് ഈ ട്രേഡ് ഡീൽ ഒപ്പുവെപ്പിച്ചത്? റഷ്യൻ ഓയിൽ വാങ്ങണ്ട എന്ന് സമ്മതിപ്പിച്ചത്? 0% താരിഫിന് ബംഗ്ലാദേശിൽ നിന്ന് ടെക്സ്റ്റൈൽസ് ഇറക്കുമതി ചെയ്യാൻ അമേരിക്ക ട്രേഡ് ഡീൽ ഇന്നുണ്ടാക്കുന്നു. അതിന് തൊട്ട് മുമ്പ് ഇന്ത്യയുമായി 18% നികുതിക്ക്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രതീക്ഷ അതാണ്. ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ അമേരിക്ക വാങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ ബംഗ്ലാദേശുമായി 0% തിരുവേലുണ്ടാക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക ആരിൽ നിന്നാണ് ടെക്സ്റ്റൈൽസ് വാങ്ങുന്നത്? ബംഗ്ലാദേശിൽ നിന്നാണ്. അപ്പോൾ എല്ലാ തരത്തിലും ട്രാപ്ഡ് ഡീൽ എന്നാണ് പ്രതിപക്ഷം അതിനെ ആരോപിക്കുന്നത്. നമ്മളെ ട്രാപ്പിൽപ്പെടുത്തി ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കി ഈ 140 കോടി ജനങ്ങളെ വഞ്ചിച്ചതിന് മോദിക്ക് മറുപടി പറയേണ്ടി വരും പാർലമെൻറ്റിൽ. അത് തടയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നമ്മൾ പാർലമെൻറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ നിഷാദ്, ഈ പെൻഗ്വിൻ ഇന്ത്യയുടെ 2 വിശദീകരണ കുറിപ്പുകൾ, അതോടൊപ്പം ഈ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഉണ്ടല്ലോ, ആരെയാണ് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത്, അതിനെ എങ്ങനെയാണ് കാണുക? അല്ല, പെൻഗ്വിൻ കമ്പനിയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞൊരു വലിയൊരു സംവിധാനം, ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയാൽ ആ കമ്പനിക്ക് സമ്മർദ്ദത്തിന് വഴപ്പെടേണ്ടി വരും. അങ്ങനെ വഴിപ്പെട്ട എത്രയോ കമ്പനികളുണ്ട്. BBC എന്ന് പറയുന്ന ഒരു കമ്പനി ലോകത്ത് തന്നെ ഏറ്റവും വലിയ
മീഡിയ ബ്രോഡ്കാസ്റ്റ് കമ്പനിയാണ്. പക്ഷേ നരേന്ദ്രമോദിക്കെതിരായിട്ടൊരു ഡോക്യുമെൻ്ററി പുറത്തിറക്കി, അതിൻ്റെ ആപ്പീസ് മുഴുവൻ കയറി റെഡി ചെയ്തില്ലേ, അതിനെ ഓടിച്ചില്ലേ ഇവിടുന്ന്, അവിടുന്ന് യൂണിറ്റ് പൂട്ടി പോകേണ്ടി വന്നില്ലേ. ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഇന്ത്യയിൽ നിന്ന് മാത്രം പ്രവർത്തനം പൂട്ടി പോകേണ്ടി വന്നില്ലേ. കാരണം എന്താണ്, ഇന്ത്യയിൽ നടക്കുന്ന മനുഷ്യാവകാശ ധ്വംസനങ്ങൾ, സർക്കാരിൻ്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ സംസാരിക്കാനും റിപ്പോർട്ട്സ് ഉണ്ടാക്കാനും തുടങ്ങി. നിർത്തിപ്പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഓടിക്കാൻ മോദിക്ക് അറിയാം എന്നതുകൊണ്ട് കച്ചവട താല്പര്യമുള്ള, സാമ്പത്തിക താല്പര്യമുള്ള കമ്പനികൾ ഇന്ത്യ പോലെ വലിയൊരു വിപണിയിൽ അവർ സർക്കാരിന് വഴിപ്പെടും. ആ സമ്മർദ്ദത്തിന് അവർ കീഴ്പ്പെട്ടു എന്നാണ് സാധാരണ നിലയ്ക്ക് മനസ്സിലാക്കേണ്ടത്. അവരൊരു ഫോറിൻ കമ്പനിയാണ്, അമേരിക്കൻ കമ്പനിയാണ്. പക്ഷേ അവർക്ക് ഇന്ത്യയിലെ ഒരു ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴിപ്പെടേണ്ടി വരും. പലതരക്ക് നിലയ്ക്ക് ഭരണകൂടത്തിന് അത് സ്റ്റോപ്പ് ചെയ്യിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെ കഴിഞ്ഞ 10-11 വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ്, രാഷ്ട്രീയമായ ദുരന്തത്തെ. കാരണം എന്താണ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രചാരണങ്ങളിലൊന്നും അദ്ദേഹം ഇന്ത്യയെ സംരക്ഷിക്കാൻ കഴിയുന്ന 56 ഇഞ്ച് നെഞ്ചുള്ള ഏറ്റവും ധീരനായിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. 2, ഇന്ത്യയുടെ ഈ യശസ് ലോകം മുഴുവൻ എത്തിക്കുന്ന ഒരു വിശ്വഗുരുവായി അദ്ദേഹം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2 പ്രൊപ്പഗൻഡയും തകർന്ന് അടിഞ്ഞ് തരിപ്പണമായിരിക്കുന്നു എന്നാണ് വിചാരിക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞത് കേൾക്ക്, എന്താണ്, നമ്മൾ ഇവിടുന്ന് കയറ്റി അയക്കുന്ന ടെക്സ്റ്റൈൽ തുണിത്തരങ്ങൾക്ക് അമേരിക്ക 18% നികുതി ഈടാക്കും. എന്നാൽ ബംഗ്ലാദേശിൽ നിന്ന് കയറ്റി അയക്കുന്നതിന് 0 താരിഫാണ്. നമുക്ക് എന്തുകൊണ്ട് 18% അവർക്ക് 0യും കിട്ടി? നമുക്കെന്തുകൊണ്ട് 0യിൽ ആ ഡീൽ ഉറപ്പിക്കാൻ പറ്റിയില്ല? നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചില്ലേ, പണിയെടുത്തില്ലേ? അതോ നമുക്ക് ആ സമ്മർദ്ദം ഉണ്ടാക്കാൻ കഴിയാത്ത വിധം വേറെ ഏതോ കുരുക്കിൽ പെട്ടിരിക്കുകയാണോ നമ്മുടെ ലീഡർഷിപ്പ്? ഈ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പോൾ ഈ തരത്തിൽ അന്തർദേശീയ തലത്തിലേക്ക് വികസിക്കുന്ന പ്രധാനമന്ത്രി എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുഖച്ഛായ തരിപ്പണമായിരിക്കുന്നു. നമ്മൾ നേരത്തെ 3 to 4% മാത്രം ഉണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങൾക്കും ഇപ്പോൾ 18%, 18% നികുതി കൊടുക്കേണ്ടി വരികയാണ്. എന്ന് മാത്രമല്ല, അവിടുന്ന് നമ്മൾ ഒരു കാലത്തും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യരുതെന്ന് വിചാരിച്ചിരിക്കുന്ന പല സാധനങ്ങളും വാരി ഇറക്കാൻ പോകുന്നു. അവരാവശ്യപ്പെട്ട തുകയ്ക്ക് ഞങ്ങളുടെ അമേരിക്കയിൽ നിന്ന് നിങ്ങൾ $500 ബില്യൺ സാധനം ഈ വർഷം വാങ്ങിച്ചോണം എന്ന് പറയുമ്പോൾ ശരി വാങ്ങിച്ചോളാം എന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. അപ്പോൾ ഈ വിധേയത്വവും വഴിപ്പെടലും എന്തിനാണ് എന്ന ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. MM നരവനയുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യം പോട്ടെ, ആ പുസ്തകം നിങ്ങൾ തടഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു, പുസ്തകം വായിക്കുന്നവരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു, പുസ്തകം പ്രസിദ്ധീകരിക്കാത്തതാണെന്ന് പറഞ്ഞു. എന്തിനാ ഇത്രയും ബഹളം? പുസ്തകത്തിൽ പറയുന്ന കാര്യത്തെ തള്ളി പറഞ്ഞാൽ പോലെ. എന്തുകൊണ്ടാണ് ആ പുസ്തകവും ആ പുസ്തകത്തിൽ പറയുന്ന കാര്യവും വ്യാജമാണ് എന്ന് നരേന്ദ്രമോദി പറയാത്തത് എന്തുകൊണ്ടാണ്? അതല്ലേ പറയേണ്ടത്. പറഞ്ഞാൽ മോദിക്കോ അമിത്ഷായ്ക്കോ ആർക്ക് വേണമെങ്കിലും പറയാമല്ലോ, ഇത് വ്യാജമായ കാര്യം പ്രചരിക്കുകയാണ്. എന്താ പറയാത്തതാണ്? അങ്ങനെ പറയാൻ കഴിയാത്തതിൻ്റെ എന്താണ്, അവരുടെ പരിമിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പുസ്തകം തടയാനും പല വഴിക്കും വിവരങ്ങൾ പുറത്തു വരുന്നത് തടയാൻ ശ്രമിക്കുകയാണ്. ആ വിവരത്തെ എന്താണ് ഇവർ അഡ്രസ്സ് ചെയ്യാത്തത് എന്ന ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. പിന്നെ ഇത് ഒരു കാര്യമുണ്ട്, മറ്റാരെയെങ്കിലും തടസ്സപ്പെടുത്തുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ സൈന്യാധിപനായിട്ടുള്ള ആളാണ്, പട്ടാളക്കാരനാണ്. പട്ടാളം എന്ന് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഇവർ. ആ പട്ടാളത്തിൻ്റെ പേരും അതിൻ്റെ വൈകാരികതയും സെല്ല് ചെയ്യുന്നവരാണിവർ. ഒരു പട്ടാളക്കാരൻ എഴുതിയ പുസ്തകത്തെ പട്ടാളക്കാരനെ തള്ളി പറയാൻ പറ്റുമോ? അതിനിർണായകമായ ഘട്ടത്തിൽ ചൈനയുമായിട്ടുള്ള ഒരു സംഘർഷത്തിൻ്റെ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ രക്ഷാനായകനായി പ്രവർത്തിച്ച MM നരവനെ എന്ന് പറയുന്ന സൈന്യാധിപനെ എങ്ങനെ മോദിക്ക് തള്ളി പറയാൻ പറ്റും? അയാളുടെ രാജ്യത്തിന് അയാൾ കൊടുത്തിട്ടുള്ള സംഭാവന, ആ സംഭാവനയെ ചൊല്ലി ഇവർ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും അതിൻ്റെ ഇവർ എൻഗാഷ് ചെയ്യാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളും എല്ലാം അവിടെ കിടക്കുകയല്ലേ. അപ്പോൾ ഇവർ നേരിടുന്ന ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞാൽ, ഒരു പട്ടാളക്കാരൻ എന്ന് പറയുന്ന മനുഷ്യൻ, രാജ്യസ്നേഹത്തിൻ്റെ മൂർത്തഭാവമാണല്ലോ പട്ടാളക്കാർ. അവരെ എങ്ങനെ തള്ളി പറയും? അവരെ എങ്ങനെ ടാർണിഷ് ചെയ്യും? അവരെക്കുറിച്ച് എങ്ങനെ അപഖ്യാതി പറയും? അവരെങ്ങനെ വേറെ ആരെങ്കിലും ആയിരുന്നേ പാകിസ്ഥാൻ ഏജന്റ് വിളിച്ചെത്തിയിരുന്ന പ്രശ്നമുള്ള ഇത്. MM നരവനെ പാകിസ്ഥാൻ ഏജന്റ് വിളിക്കാൻ പറ്റുമോ? അയാൾ പ്രൂവ് ചെയ്ത ആളാണ് രാജ്യസ്നേഹം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ പാകിസ്ഥാൻ ISI ചാരനാണെന്നോ മുസ്ലിങ്ങളുടെ ചാരനാണെന്നോ ഇപ്പോൾ ഇയാളുടെ പേരും ഇതല്ല. ഇയാളുടെ പേരും ഹിന്ദു പേരാണ്, മുസ്ലിം പേരുമല്ല, ക്രിസ്ത്യൻ പേരുമല്ല, വേറൊന്നുമല്ല, രാഹുൽ ഗാന്ധിയുടെ ബന്ധുവല്ല, ഒന്നുമല്ല. അപ്പോൾ ഇയാളെ തള്ളിപ്പറയാനോ ഇയാളെ ടാർണിഷ് ചെയ്യാനോ കഴിയാത്ത പരിമിതാവസ്ഥയുണ്ട്. അതിന് ഒന്നാമത്തെ റീസൺ അയാൾ പട്ടാളക്കാരാണെന്നുള്ളതാണ്. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയോ തെറ്റോ? ഈ സംഭവത്തിൻ്റെ ആ സമയത്ത് ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങളോട് ചോദിച്ചോ? അതോ ചോദിച്ചിട്ടില്ലേ? അല്ലെങ്കിൽ ചോദിച്ചപ്പോൾ ഞങ്ങൾ ആഞ്ഞടിച്ചോളാൻ പറഞ്ഞോ? ഇല്ലേ? ഈ കാര്യം വിശദീകരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ഒരു സമ്പൂർണ്ണമായും ദുർബലമായ ഒരു ഭരണകൂടത്തെക്കുറിച്ചുള്ള ഈ പറയുന്ന ഒരു കുമിളകൾ മാത്രമേ നമ്മൾ പുറത്ത് കണ്ടിട്ടുള്ളൂ. അകത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന എന്താണ്? എല്ലാത്തും ദുർബലമായ ഒരു സ്റ്റേറ്റ്സ്മാൻ ഇതൊക്കെ പവർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. രാജ്യം ഒരു പ്രശ്നത്തിൽ പെടുമ്പോൾ എന്ത് ചെയ്യണം, ലോകവുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ്സിൽ രാജ്യത്തിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കണം, അതിന് വേണ്ടത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്ത് കിടന്ന് മെഴുകി ഉണ്ടാക്കുന്ന കേവല വിജയങ്ങൾ മാത്രമല്ല, അതിൽ നിന്ന് സ്വയം രൂപപ്പെടേണ്ട ഒരു രാഷ്ട്രീയക്കാരനുണ്ട്. രാജ്യം എന്താണെന്ന് മനസ്സിലാക്കുക, രാജ്യത്തിൻ്റെ സമ്പദ്ഘടന എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ വീക്ക് പോയിന്റ്സ് ആൻഡ് അതിൻ്റെ ചാലഞ്ചസ് ആൻഡ് സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കുക, ലോകത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പവർ ആൻഡ് പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കുക, അതിനൊപ്പിച്ചുള്ള
പദ്ധതികളും സമീപനങ്ങളും നയങ്ങളും പ്ലാൻ ചെയ്യുക. അതിന് ഞാൻ പറയുന്നത് ലോക്കൽ വർഗീയത പറഞ്ഞ് ആളുകളെ അല്ലെങ്കിൽ വ്യാജം പറഞ്ഞ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചോ ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ചോ ഒരു തെരഞ്ഞെടുപ്പ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെ എളുപ്പമല്ല. ഇന്ത്യ പോലെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളൊന്നിനെ പോപ്പുലേഷനെ കൊണ്ടു നടക്കാന്നുള്ളത്. അതിന് രാജ്യം എന്താണെന്ന് മനസ്സിലാവണം. രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ സത്യത്തിൽ എന്തുകൊണ്ടാണ് മൂല്യം ഇടിയുന്നത്? നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് എവിടെയാണ് പ്രശ്നം? ഒരു ബജറ്റ് ഉണ്ടാക്കുമ്പോൾ എവിടെയാണ് പൈസ കൊടുക്കേണ്ടത്, എവിടെയാണ് വലിക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു വിഷൻ വേണം. അതിനാണ് രാഷ്ട്ര നായകത്വം എന്ന് പറയുന്നത്. അതില്ലാതെ നിങ്ങൾ ഈ PR കൊണ്ട് മാത്രമാണ് നിങ്ങൾ പോകാൻ ശ്രമിക്കുന്നത്. ഒരു ദിവസം അത് നിൽക്കും. എക്കാലവും PR കൊണ്ടുപോയി വിജയിച്ച ഒരാളും ലോകത്തിന് ചരിത്രമില്ല സുകേഷ്. അതാണ് പ്രശ്നം, ബേസിക് പ്രശ്നം അതാണ്. അപ്പോൾ രാഷ്ട്ര സുരക്ഷയുടെ കാര്യത്തിൽ, പട്ടാളത്തെ നയിക്കുന്ന കാര്യത്തിലായാലും കൊള്ളാം, ഇന്ത്യയുടെ പൊസിഷൻ, ഇന്ത്യയുടെ അഭിമാനം, ഇന്ത്യയുടെ അന്തസ്സ്, ഡിഗ്നിറ്റി ഇതെല്ലാം കൊണ്ടു നടക്കുന്ന കാര്യത്തിലെല്ലാം പരാജയപ്പെട്ട ഒരാൾ. അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത്, ഒരു മനുഷ്യൻ ഇപ്പോൾ ശ്രമിക്കുന്നത് പുസ്തകം തടഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പുസ്തകം പുറത്തു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം അതൊരു യാഥാർത്ഥ്യമാണെന്ന കാര്യം. അത് തള്ളിക്കളയാൻ ആർക്കും കഴിയാത്ത ഒന്നാണ്. സോ ഇതൊരു വൃഥാ വ്യായാമമാണ്. ഇതിൽ രാഹുൽ ഗാന്ധിക്ക് കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റി. കാരണം ഇവരെ സംബന്ധിച്ച് ഇവരുടെ 2 മർമ്മസ്ഥാനങ്ങളിലാണ് അടികൊണ്ടുള്ളത്. ഒന്ന് വിശ്വഗുരു പട്ടം, ഒന്ന് പട്ടാളത്തിൻ്റെ മൊത്തം ഓണർഷിപ്പ്. ഇത് രണ്ടിലും കിട്ടിയിട്ടുള്ള അടി ചെറിയ അടിയല്ല. അതിൽ ഖിന്നനായിട്ടുള്ള പ്രധാനമന്ത്രിയെ, അതിൽ വേവലാതി കൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന ഭരണപക്ഷത്തെയാണ് നമ്മൾ സത്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആയിരിക്കും ഒരുപക്ഷെ സമീപകാലത്ത് രാഹുൽ ഗാന്ധി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേജർ സ്ട്രൈക്കുകളിലൊന്നാണ് എനിക്ക് തോന്നുന്നു. ഇതിൽ നമ്മൾ മറന്നു പോരുതാത്തൊരു പേരാണ് അജയ് ഡോവൽ. അദ്ദേഹം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. അജിത് ഡോവൽ. അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ളൊരു സിനിമയാണ് ദുരന്തർ, ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സിനിമ. ആ സിനിമയിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന് ഈ ഭീകരാക്രമണങ്ങളെക്കുറിച്ചുള്ള ഇന്റൽ ഇൻഫോ കിട്ടുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ ഭരണകൂടം പോരാ, അടുത്ത് ഇത് ചെറുക്കാൻ പറ്റിയൊരു ഭരണകൂടം വരും. 2 സംസ്ഥാനങ്ങൾ പറയുന്നുണ്ട്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്. അപ്പോൾ ആ ഭരണകൂടമൊക്കെ വന്നു, അദ്ദേഹം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി. ഈ ചൈനക്കാർ അതിർത്തി കടന്ന കാര്യം അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹം കൂടി ഉൾപ്പെട്ട ചൈനീസ് സ്റ്റഡി കമ്മിറ്റിയാണ് ജോ ഉജിത് ഹേ വോ കരോ എന്ന് ഉപദേശിച്ചതെന്ന് കൂടി ഓർക്കണം. അതെ, MM നരവനയുടെ പുസ്തകത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഇനി MM നരവനക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അറിയില്ല.